ഇതുവരെ ടോട്ടൽ 8 സ്കൂളുകളായി. അതിലൊരെണ്ണം പഞ്ചാബിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ 8 സ്കൂളുകളാണ് ഈ ഒരു ഐഡിയ ഫോളോ ചെയ്യുന്നത്. പഞ്ചാബിൽ നിന്ന്. അത് അവിടെ ഒരു ക്രിസ്ത്യൻ മിഷണറി സ്കൂളാണ്. ഒരു അധ്യാപകൻ മലയാളിയുണ്ട്. അപ്പോൾ അദ്ദേഹം OTT റിലീസിന് ശേഷം പടം കണ്ടു. അത് സ്കൂളിൽ കുട്ടികളെ കാണിച്ചു കൊടുത്തു. ആക്ച്വലി ഇത് പുതിയ കാര്യമൊന്നുമില്ല. പണ്ട് 3ാം ക്ലാസ് ഞാൻ പഠിക്കുമ്പോൾ DPP ഉണ്ടായിരുന്ന സമയത്തെ ഈ സിസ്റ്റം ഉള്ളതാണ്. ഒരു 7ാം ക്ലാസ്സുകാരൻ്റെ ചിന്തയിൽ നമ്മളെല്ലാവരും ഒന്നായിരിക്കണം എന്നുള്ളൊരു സാധനം ആണെന്ന് ഞങ്ങൾ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അത്രയും കുട്ടിത്തമുള്ളൊരു ഐഡിയ ആണത്. പക്ഷെ ആ ഒരു കുട്ടിയുടെ ഐഡിയ ഇങ്ങനെ ഒരുപാട് സ്കൂളുകൾ ഫോളോ ചെയ്യുന്നതിൽ ഇപ്പോൾ ഓൾ ഇന്ത്യ ഒരു വൈഡ് അറ്റൻഷൻ അതിൽ കിട്ടുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട മാനേജർ ശ്രീ KB ഗണേഷ് കുമാർ സാറിൻ്റെയും അദ്ദേഹത്തിൻ്റെ വൈഫ് ബിന്ദു മാഡത്തിൻ്റെയും നിർദ്ദേശപ്രകാരം നമ്മളിങ്ങനൊരു ആശയം സാർ അവതരിപ്പിച്ചു. അധ്യാപകരുമായി സ്റ്റാഫ് മീറ്റിംഗിൽ ഈ ആശയം ഉന്നയിച്ചു. അപ്പോൾ അത് ഞങ്ങൾ ഒരു ക്ലാസ്സിലൊന്ന് ഇട്ട് നോക്കിയപ്പോൾ കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ പ്രൈമറി ക്ലാസ്സുകളിൽ 1 മുതൽ 4 വരെ ക്ലാസ്സുകളിൽ കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ഈ സംവിധാനം ഇവിടെ തുടർന്നു വരികയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുമ്പോൾ എല്ലാ കുട്ടികളെയും, ഒരു ക്ലാസ്സിലിരിക്കുന്ന എല്ലാ കുട്ടികളെയും ആ ക്ലാസ് കൈകാര്യം ചെയ്യുന്ന അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകന് പെട്ടെന്ന് തന്നെ ആ കുട്ടിയുടെ പോരായ്മകൾ തിരിച്ചറിയും. ഏറ്റവും വലിയ കാര്യം ഇവിടെ ഫസ്റ്റ് ബെഞ്ചേഴ്സ് ലാസ്റ്റ് ബെഞ്ചേഴ്സും ഇല്ല. ഓൾ ആർ ഈക്വൽ. ഞങ്ങൾക്ക് എല്ലാ കുട്ടികളെയും ശ്രദ്ധിക്കുവാനും എല്ലാ കുട്ടികൾക്കും ഒരേ സമയം അറ്റൻഷൻ കൊടുക്കാനും അവരെ പരിഗണിക്കാനും എല്ലാം കഴിയുന്നുണ്ട്. ക്ലാസ് റൂമിൽ തന്നെ ഇപ്പം എന്തെങ്കിലും ഐഡിയാസ് കൺവേ ചെയ്യാനൊക്കെ ഞങ്ങൾക്ക് ക്ലാസ് മൊത്തം നടന്ന് പറയാനും എല്ലാ കുട്ടികളുടെയും അറ്റൻഷൻ ഞങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനും കഴിയുന്നുണ്ട്. ഇപ്പോൾ ഇരിക്കുന്നത് ടീച്ചറിനെ കാണാൻ പറ്റുന്നുണ്ട്, ബോർഡ് കാണാൻ പറ്റുന്നുണ്ട്, പിന്നെ എല്ലാവരുടെ സംസാരിക്കാൻ പറ്റുന്നുണ്ട്, ടീച്ചർ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ട്, പിന്നെ ടീച്ചർ ടെസ്റ്റിൽ കാണിക്കുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്.